ഹലോ എവ്രി വൺ. വാട്സാപ്പ് എന്നുള്ളത് വളരെ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ മീഡിയ തന്നെയാണ്. ഒട്ടുമിക്ക പേരും ഉപയോഗിക്കുന്നുമുണ്ട്. കാരണം അത് വളരെ ലളിതമാണ്, മെസ്സേജ് അയക്കാനും കാര്യങ്ങൾക്കെല്ലാം തന്നെ. അപ്പോൾ ഇന്നത്തെ സെഷൻ്റെ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് വാട്സാപ്പിൽ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുക, അതിലേക്ക് എങ്ങനെയാണ് പാർട്ടിസിപ്പൻസിനെ ആഡ് ചെയ്യുക, ഒരു നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വഴി എങ്ങനെ ഇൻവൈറ്റ് ചെയ്യാൻ പറ്റും, എവിടെയാണ് ലിങ്ക് ഉണ്ടാവുക, പിന്നെ അതിലേക്ക് എങ്ങനെ എഡിറ്റ് ചെയ്യാം, നമുക്ക് ആ ഗ്രൂപ്പിനെ തന്നെ എഡിറ്റ് ചെയ്ത് വീണ്ടും റീയൂസ് ചെയ്യാം. ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാമാണ് ഇന്നത്തെ സെഷനിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. സോ വാട്സാപ്പിൽ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലായിട്ട് 3 ഡോട്ട്സ് കാണാം. അതിൽ ന്യൂ ഗ്രൂപ്പ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാനും അതിലോട്ട് നമ്മൾക്ക് പാർട്ടിസിപ്പൻസിനെ, നമ്മുടെ കോൺടാക്ട്സിൽ നിന്ന് പാർട്ടിസിപ്പൻസിനെ ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് ആരെ വേണ്ടെങ്കിൽ നമുക്ക് പേരടിച്ച് നോക്കാം. അല്ലെങ്കിൽ അതിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ പാർട്ടിസിപ്പൻ്റ് ഇതുപോലെ ആഡായിട്ട് വരും. പിന്നെ നമുക്ക് നമ്മുടെ എന്താ പറയുക, ഗ്രൂപ്പിന് പേര് കൊടുക്കാം. പിന്നെ അതിൻ്റെ തന്നെ ഡിസ്ക്രിപ്ഷൻ ഉണ്ട്, ഈ ഗ്രൂപ്പ് എന്തിനാണെന്നുള്ളത്. ഇപ്പം ഞാൻ ഇതിനൊരു പേര് കൊടുക്കണം, മൈ ഫാമിലി എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്യാണ്. അപ്പോൾ ഗ്രൂപ്പിൻ്റെ നെയിം മൈ ഫാമിലി എന്നായിരിക്കും. അപ്പോൾ ആ ഗ്രൂപ്പ് എന്തിനാണെന്ന് വെച്ചെങ്കിൽ അതിനനുസരിച്ചുള്ള ഡിസ്ക്രിപ്ഷനും ടൈറ്റിലും കൊടുക്കാം. കൂടാതെ നമുക്ക് ആ ഒരു ഐക്കൺ, നമ്മുടെ വാട്സാപ്പിൻ്റെയൊക്കെ പ്രൊഫൈൽ പിക്ചർ മാറ്റുന്ന പോലെ തന്നെ നമുക്ക് ഗ്രൂപ്പിൻ്റെയും ഐക്കൺ പ്രൊഫൈൽ പിക്ക് മാറ്റാൻ പറ്റും. പിന്നെ നമുക്ക് ആഡ് പാർട്ടിസിപ്പൻറ്റ് കൊടുത്തിട്ട് നമുക്ക് എത്ര പേര് വേണമെങ്കിലും ആഡ് ചെയ്യാം. 250 പാർട്ടിസിപ്പൻസ് ആണ് ഒരു ഗ്രൂപ്പിൻ്റെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പം അതിൽ ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്രൂപ്പ് എന്ത് ഉദ്ദേശത്തിന് വേണ്ടിയിട്ടാണോ വെച്ചെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഗ്രൂപ്പിൻ്റെ ഉദ്ദേശം എന്താണ്, എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ ഡിസ്കസ് ചെയ്യുക, എന്തൊക്കെ ടോപ്പിക്സാണ് അതിലുണ്ടാവുക, ഇങ്ങനത്തെ കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് ഒരു പാരഗ്രാഫ്, ഒരു നമ്മുടെ വിവരണം കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലിയർ ആയിരിക്കും, പാർട്ടിസിപ്പൻസിന് ക്ലിയർ ആയിരിക്കും എന്താണ് ഈ ഗ്രൂപ്പിൻ്റെ ഉദ്ദേശം എന്നുള്ളതൊക്കെ. സോ നമ്മുടെ ഗ്രൂപ്പിൽ എന്തൊക്കെ സെറ്റിങ്സാണ് നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നോക്കാം, ഇതിലോരോന്നായിട്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു പാർട്ടിസിപ്പൻറ്റിനെ ആഡ് ചെയ്തിട്ടുണ്ട്. ആ പാർട്ടിസിപ്പൻറ്റിനെ വേണമെങ്കിൽ എനിക്ക് റോള് കൊടുക്കാം, അഡ്മിൻ എന്നുള്ള റോള് കൊടുക്കാം. അപ്പോൾ മേക്ക് എസ് അഡ്മിൻ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ പാർട്ടിസിപ്പൻറ്റ് അഡ്മിനായിട്ട് മാറും. അഡ്മിനായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് പാർട്ടിസിപ്പൻറ്റിനെ ആഡ് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും ഒക്കെ ഉള്ള റൈറ്റ് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ അവർക്കും നമ്മളെ പോലുള്ള പാർട്ടിസിപ്പൻറ്റിനെ ആഡ് ചെയ്യാൻ റിമൂവ് ചെയ്യാനൊക്കെ പറ്റും. പിന്നെ അത് കൂടാതെ ഡിസ്മിസ് ആസ് അഡ്മിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റോള് നമ്മൾ എടുത്ത് കളയുകയാണ്, പിന്നെ അവർക്കത് ചെയ്യാൻ പറ്റില്ല. പിന്നെ ആ പാർട്ടിസിപ്പൻറ്റിനെ റിമൂവ് ചെയ്യണമെങ്കിൽ റിമൂവ് ചെയ്യാം. പിന്നെ നമുക്ക് കാണാൻ പറ്റും, എന്താ പറയുക, ഇൻവൈറ്റ് ലിങ്ക്, ആ ഗ്രീൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഇതുപോലെ കാണും. നമ്മുടെ ഗ്രൂപ്പിൻ്റെ ലിങ്കാണ്, ഒന്നിലേക്ക് കോപ്പി ചെയ്യുക അല്ലെങ്കിൽ ഷെയർ ലിങ്ക്. അപ്പോൾ ഞാൻ ഷെയർ ലിങ്ക് വാട്സാപ്പിൽ കൊടുത്തു കഴിഞ്ഞാൽ ആർക്കാണോ എൻ്റെ ഗ്രൂപ്പിൻ്റെ ഒരു ലിങ്ക് കൊടുക്കേണ്ടത് വെച്ചാൽ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ എൻ്റെ ഗ്രൂപ്പിൻ്റെ പേര് ചാറ്റ് ഇൻവൈറ്റ് ലിങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജ് ഇൻവൈറ്റ് ലിങ്ക് പോവും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് നമ്മുടെ ഗ്രൂപ്പിലോട്ട് ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. പിന്നെ നമുക്ക് ഇത് ഡിലീറ്റ് ചെയ്തിട്ട് നമുക്ക് എക്സിറ്റ് ചെയ്യാം. പാർട്ടിസിപ്പൻസിനെയൊക്കെ ഡിലീറ്റ് ചെയ്തിട്ട് നമുക്ക് എക്സിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പേ നമുക്ക് റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അല്ല നമുക്ക് ലേറ്റർ ഓൺ അതിലെ കുറച്ച് പാർട്ടിസിപ്പൻസിനെ വെച്ച് വേറെ കുറച്ച് പാർട്ടിസിപ്പൻസിനെയും കൂടി ആഡ് ചെയ്തിട്ട് വേറൊരു ഗ്രൂപ്പ് ആക്കിയിട്ട് ഗ്രൂപ്പ് നെയിമൊക്കെ മാറ്റിയിട്ട് നമുക്ക് റീയൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെയാവാം. അപ്പോൾ ആ ഒരു പച്ച ബട്ടണിൽ, പെന്ന് പോലത്തെ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതുപോലെ പേര് മാറ്റാൻ പറ്റും. മൈ ഫാമിലിയിൽ നിന്ന് എൻ്റെ ഗ്രൂപ്പിൻ്റെ പേര് ഇപ്പോൾ കണ്ടു 12th CS എന്നായി. അപ്പോൾ അതുപോലെ നമുക്ക് മാറ്റാൻ പറ്റും. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഡിസപ്പിയറിങ് മെസ്സേജസ് ഉണ്ട്. അപ്പോൾ ഒരുപാട് മെസ്സേജസ് വന്ന് ലോഡാവില്ല, അത് ഓട്ടോമാറ്റിക്കലി വീക്കിലി ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കും അത് ഓണാക്കിയിട്ട് കഴിഞ്ഞാൽ. ഇതൊക്കെയാണ് അതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് എന്താണ്, എക്സിറ്റ് ഗ്രൂപ്പ് ഉണ്ട്. അത് എക്സിറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ആ ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് അടിച്ച് പോകണമെന്നുണ്ടെങ്കിൽ മാത്രമാണ് അതുള്ളത്. പിന്നെ എങ്ങനെയാണ് ഗ്രൂപ്പ് ഡിലീറ്റ് ചെയ്യുക എന്നുള്ളതും കൂടി കാണാം. ഈ ഗ്രൂപ്പിൻ്റെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്ഷൻസൊക്കെ കാണാം കേട്ടോ, ക്ലിയർ ചാറ്റ്, എക്സ്പോർട്ട് ചാറ്റ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. പിന്നെ ഗ്രൂപ്പ് ഡിലീറ്റ് ചെയ്യാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിലൊരു ബട്ടൺ വരുന്ന അടുക്കത്തെ ബട്ടൺ, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗ്രൂപ്പ് ഡിലീറ്റ് ചെയ്യാനും സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയറായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇങ്ങനത്തെ ഇൻഫർമേഷൻ കൂടുതൽ ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.